അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ബീഫ് വരട്ടാം. അപ്പം ഇന്ന് ഫ്രൈഡേ ആവുകൊണ്ട് തന്നെ ബീഫാണ്. അപ്പോൾ ഒന്ന് വരട്ടി നമുക്ക് സ്പെഷ്യലായിട്ട് ബീഫിൻ്റെ കൂടെ കഴിക്കാൻ പത്തിരി ഉണ്ടാക്കി അടിപൊളിയായിരുന്നു. ബീഫ് ഇങ്ങനെയൊക്കെ വരട്ടിയിട്ട് ഇന്ന് കഴിക്കണില്ല, ടേസ്റ്റ് നാളെ കഴിക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മിക്സും പാടെ ക്രഷ് ചെയ്തതാണ്. ജീരകം ഇട്ടുക്കണം, ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി ഒക്കെ ഇട്ട് ക്രഷ് ചെയ്ത്, തക്കാളി ഇട്ട്, മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി 2 ടേബിൾ, 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, അങ്ങനെ എല്ലാം ഇട്ട് ഗരം മസാല ഇട്ട് അടിപൊളിയായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നമ്മളിതൊക്കെ ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ, ഇതെല്ലാ ഭാഗത്തേക്കും എത്തണം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആ വെളിച്ചെണ്ണൻ്റെ ഒക്കെ പിന്നെ വേറൊരു എണ്ണ നമ്മൾ ചേർക്കുന്നില്ല. ബീഫ് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ലേശം കൂടെ എണ്ണ വയ്ക്കാം. അതിനാണ് ചേർത്തിരുന്നത്, പക്ഷെ ഞാൻ വിട്ടു പോയതാണ്. അപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ച് കൊടുക്കുക. അപ്പോൾ വെന്ത് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മളിതിൻ്റെ കൂടെ കഴിക്കുക പത്തിരിയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ പത്തിരിയുടെ പരിപാടികൾ നോക്കാം. വാട്ടലും കുഴക്കലും ഒക്കെ കഴിഞ്ഞു. നമ്മളിതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. പത്തിരിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 5 സ്റ്റെപ്പ് പരിപാടിയാണല്ലോ വേണ്ട. ആദ്യം ഒന്ന് കുഴക്കണം, പിന്നെ ഒന്ന് ഉരുട്ടണം, പിന്നെ ഒന്ന് അമർത്തണം, പിന്നെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ പരുത്തലൊക്കെ കഴിഞ്ഞ് ചുട്ടെടുക്കണം. ഇതിലേറ്റവും ഇഷ്ടമുള്ള പരിപാടി പറയുന്നത് ഈ ചുടൽ തന്നെയാണ്. അത് പെട്ടെന്ന് കഴിയും. പിന്നെ ബോറടിയൊന്നുമില്ല, കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ എന്തൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്, എന്തെങ്കിലുമൊക്കെ പണിയാവുക, ബിസി ആകുക, അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബായ്.